എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനൊരു പുതിയൊരു ബിസിനസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് സാരി മേടിക്കാൻ പോയത് ആദ്യം കാണിച്ചു, അത് കഴിഞ്ഞിട്ട് സാരി വന്നത് കാണിച്ചു. ഇനി നമുക്ക് ഒരു 2 സാരി തുറന്ന് കണ്ടാലോ? എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കുന്നില്ല. ഒരുമിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളും കൺഫ്യൂഷൻ ആവും, ഞാനും കൺഫ്യൂഷൻ ആവും അല്ലേ? അപ്പൊ ഞാൻ ഇന്നൊരു 2 സാരി തുറന്ന് കാണിക്കാം. അപ്പൊ ഈ കാണിക്കുന്ന സാരിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അതിനകത്തുനിന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സാരി കാണുന്നത് ഈ സാരിയാണ്. ഇത് മഹാരാഷ്ട്രയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാരിയാണ്. പൈഠിനി സാരി എന്ന് പറയും. എന്റെ കയ്യിൽ പേഴ്സണലായിട്ട് തന്നെ എനിക്കുണ്ട്. ഞാൻ വളരെ ആഗ്രഹിച്ച് മേടിച്ചതാണ് പൈഠിനി സാരി എന്നുള്ളത്. ഇത് വളരെയധികം നല്ലൊരു കളറാണ്. ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഈ സാരിയുടെ കളർ കോമ്പിനേഷൻ. വളരെ ഭംഗിയായിട്ടുള്ള ഒരു സാരിയാണ്. ഇങ്ങനെയാണ് സാരി ഉള്ളത്, ഗ്രീനും റെഡും. ഞാൻ തുറന്ന് കാണിക്കാം. അപ്പോ ഇതിന് പൈഠിനി എന്ന് പറയാൻ കാരണം തന്നെ ഇതിന്റെ മുന്താണിയാണ്. അതായത് പല്ലുവിലുള്ള ഒരു തരം ഡിസൈനെയാണ് പൈഠിനി സാരി എന്ന് പറയുന്നത്. അപ്പോ ഞാനത് അവിടെ വിരിച്ചിട്ട് കാണിച്ചാലോ? ഇങ്ങനെ കാണിക്കുന്നതിനെക്കാട്ടി വിരിച്ചിട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പൈഠിനി സാരി. ഇത് ഇതിന്റെ ബോഡി, ഇത് പല്ലു. ബോഡിയിലെല്ലാം ഇങ്ങനെ ഒരു തരം പീകോക്കിന്റെ ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈഡ് ബോർഡറും വളരെ ഭംഗിയായിട്ടുള്ളതാ. ഈ ഒരു പല്ലുവിന്റെ വെച്ചിട്ടാണ് ഈ സാരിയെ പൈഠിനി സാരി എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ പല്ലു. അപ്പൊ ഈ പല്ലു വെച്ചിട്ടാണ് ഈ സാരിക്ക് പൈഠിനി എന്ന് പേര് വരുന്നത്. ഇതിന്റെ സൈഡിലെ ബോർഡർ ഇങ്ങനെയാണ്. ഓൾ ഓവർ സാരി വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ അടുത്ത് കാണിക്കാം. ഇതാണ് ഇതിന്റെ ബുട്ടകള്, ഇതാണ് മുന്താണി. വളരെ നല്ല കളറാണ്. റെഡും ഗ്രീനും അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു ബുട്ടയും കൂടെ വന്നപ്പോഴത്തേന് നല്ലത്. ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസിന്റെ സൈഡിലെല്ലാം ഇങ്ങനെ വർക്കുണ്ട്. പൈഠിനി സാരിയുടെ വേറൊരു കളറാണിത്. ഇതൊരു നമ്മുടെ ജാമുൻ കളർ എന്ന് പറയും. ഇതാണ് ആ കളറ്. ഇതിന്റെ പല്ലു എല്ലാം അതേ കണക്ക് തന്നെ ഉള്ളതാണ്. ഇതിൻ്റെത് റാണി പിങ്ക് ബോർഡറും ജാമുൻ കളർ എന്ന് പറയുന്നു. ജാമുൻ കളർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും. വേറെ ഒരു സാരിയും കൂടെ കാണിക്കാം. അപ്പൊ ഈ സാരി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയക്കൂ. ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇതാണ് അടുത്ത സാരി. ഇത് ഒരു വൈറ്റ് കളറിൽ ഗോൾഡൻ ബൂട്ടയ ഇട്ട് വരുന്ന സാരിയാണ്. ഇത് നക്ഷി വെർലി സാരിയാണ്. വെർലി എന്ന് പറയുന്നതാണ് ഇതിന്റെ ഫേമസ്. വെർലി എന്ന് പറയുന്ന ഒരു തരം ഡിസൈൻ ആണ്. വെർലി എന്ന് പറയുന്ന ഡിസൈൻ ആണ് ഈ കാണുന്നത്. വെർലി ഡിസൈൻ എന്നാണ് ഇതിന് പറയുന്നത്. എന്നിട്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെ ഗോൾഡൻ ബോർഡറും അതിന്റെ സൈഡിലെല്ലാം റെഡ് കളറിലുള്ള ചെറിയ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തേക്കുന്നത് കണക്കുള്ള ഒരു ഡിസൈനാണ്. ഇതിന്റെ മുന്താണി എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് വന്നിട്ടുള്ളത് അതിന്റെ മുന്താണി. ഇത് വളരെ നല്ല ഒരു സാരിയാണ്. അതായത് ഫംഗ്ഷനും ഒക്കെ ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ്. ഇനിയിപ്പോ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉത്സവമൊക്കെ വരുമല്ലേ, ഉത്സവത്തിനും ഒക്കെ ഉടുക്കാനായിട്ടൊക്കെ നല്ല ബെസ്റ്റ് സാരിയാണ്. ഉടുത്തു കഴിഞ്ഞാൽ നക്ഷി വെർലി സാരി. ഇതാണ് ഇതിന്റെ ഡിസൈൻ. ഇത് മുഴുവൻ സാരിയിലും ഈ ഡിസൈൻ ഉണ്ട്. നമ്മളിങ്ങനെ
ഇവിടെ കുത്തത്തില്ലേ അവിടം തൊട്ട് മുന്താണിയിൽ വരെ ഇതിൻ്റെ ഈ ഡിസൈൻ വരുന്നുണ്ട്. വളരെ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. അപ്പം വേണമെന്ന് ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഞാനിങ്ങനെ പിടിക്കാം. അപ്പോൾ ഈ സാരി വേണ്ടുന്നവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഈ സാരിയുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പോൾ സാരി ഉടുക്കുന്നവരെല്ലാം സാരി ഉടുത്തിട്ട് അയൺ ചെയ്തിട്ടൊക്കെയല്ലേ സാരി ഉടുക്കുന്നത്. അപ്പൊ ഈ സാരിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്ലീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇട്ടേക്കുന്ന അതേ കണക്ക് തന്നെ പ്ലീറ്റൊക്കെ കിടന്നോളും. കാരണം ഇത് എൻ്റെ കയ്യിലുണ്ട് ഈ സാരി. അതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് വെച്ചിട്ടാ പറയുന്നത്. നമുക്ക് സാരി നമ്മൾ പ്ലീറ്റ് എടുത്താലും ഇവിടത്തേന് ഫ്രണ്ടിലെ പ്ലീറ്റൊക്കെ എടുത്താലുണ്ടല്ലോ അത് കണക്ക് തന്നെ കിടന്നോളും. ഒരനക്കവും വരത്തില്ല. വളരെ സോഫ്റ്റ് ആണ്. ഇങ്ങനെ ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒതുക്കം ഇല്ലാതൊന്നും ഇരിക്കത്തില്ല. നന്നായിട്ട് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതാണ് ഈ സാരിയുടെയൊക്കെ ഒരു പ്രത്യേകത. നല്ല കളറല്ലേ, ഗ്രീൻ. അതും ഗ്രീൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇടയ്ക്ക് വെച്ചിട്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല, ഗ്രീനും ഒരു മഞ്ഞയും കൂടെ ഒക്കെ ഒരു കോമ്പിനേഷൻ വന്നേ. അതിൻ്റെ അത് തന്നെ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രീൻ എന്താ പറയുന്നേ, ഇലപ്പച്ച ഗ്രീൻ അല്ല, ഇത് നമ്മുടെ ചാണകപ്പച്ച ഗ്രീൻ എന്നൊക്കെ പറയത്തില്ലേ, ബോട്ടിൽ ഗ്രീൻ. കറക്റ്റ് അത് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ബോട്ടിൽ ഗ്രീൻ്റെ ഗ്രീൻ ആയത് അല്ലേ. ഇത് രണ്ടും കൂടെ ഇങ്ങനെ കാണുമ്പോഴാണ് എൻ്റെ ഇത് മനസ്സിലാവുന്നത്. ഇതിനും ഇങ്ങനെ മുന്താണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ബോട്ടിൽ ഗ്രീനും റെഡും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പൊ വേണ്ടുന്നവരെല്ലാം വേഗം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ. ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഈ കളർ വേണമെങ്കിൽ ഈ കളർ വേണമെങ്കിൽ ഈ കളർ. അപ്പോൾ നമ്മുടെ ഈ സാരിയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുന്നു. നമുക്കിനി അടുത്ത സാരിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.